GTA 5 കളിച്ച് മടുത്ത് ഇനി ന്യൂസ് കാണാം കുറച്ചു നേരം. ബ്രേക്കിംഗ് ന്യൂസ്, നമ്മുടെ സിറ്റിയിൽ ഇതാ സോംബീസ് വൈറസ് ഇറങ്ങിയിരിക്കുന്നു. ആരും തന്നെ പുറത്തിറങ്ങരുത്. സോംബീസ് പടർന്ന് നമ്മുടെ സിറ്റിയെ ഇതാ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ദയവായി എല്ലാവരും അകത്തു തന്നെ സേഫായി നിൽക്കുക. വീട്ടിൻ്റെ ഉള്ളിൽ കതക് അടച്ച് ഉള്ളിലിരിക്കുക. അഥവാ സോംബീസ് വന്നാൽ 9476 എന്ന നമ്പറിൽ വിളിക്കുക. അപ്പോൾ തന്നെ വീട്ടിലേക്ക് ആൾക്കാർ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളോട് പ്രത്യേകിച്ച് പറയുന്നു, ആരും തന്നെ പുറത്തിറങ്ങാൻ പാടില്ല. അപ്പോൾ ഗൈസ്, ഇതെന്താ നടന്നേ? ന്യൂസിൽ കാണിക്കുന്ന സോംബീസ് ഇറങ്ങിന്ന്. അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. നമ്മളെ വെപ്പൺ എടുക്കുവാപ്പാ. അങ്ങനെ വിട്ട സോംബീസിന് ശരിയാവില്ലല്ലോ. ഇവരെന്തുട്ട പണിയാണ് കാണിച്ചത്? വെപ്പൺ എടുക്കുക. അയ്യോ, എന്നെ കൊണ്ട് കിട്ടിപ്പോയി. അയ്യോ, ഇതാണ് ഗൈസ് എൻ്റെ പ്രശ്നം. എൻ്റെ സൂപ്പർ പവർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ എന്താ ചെയ്യുക? സൂപ്പർ പവർ എടുക്കണം. ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല എന്നാ തോന്നുന്നു. നമുക്ക് ആവശ്യം വരുമ്പോൾ എടുക്കാം. ഈ വെപ്പൺ എടുക്കാനാണേ പണി. അയ്യോ, എൻ്റെ തലയടിച്ച് വീണു. അതൊന്നും വിഷയമില്ല, നമ്മൾ സീനാണ്. നമുക്ക് നോക്കാം എന്താണ്. ഓക്കെ, ഒരു വെപ്പൺ എടുത്ത്, രണ്ടാമത്തെ വെപ്പൺ എടുത്ത്, ഇതെടുത്ത്. നമുക്ക് ഈ ഒരു വെപ്പണ് മതി. ശരിക്കും മെല്ലെ അങ്ങ് എടുക്കുന്നയാ ഒരു സേഫ്റ്റിക്ക്. ഓക്കെ, മിഷൻ കണ്ണെടുത്തിട്ടാണ് ഗായ്സ് നമ്മൾ പോകുന്നത്. അതിന് മുന്നേ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കെന്തൊക്കെ നേരെ പോകാം. എന്താ ഇപ്പം ചെയ്യുക? ഒരു ഭയങ്കര വലിയ പരിപാടിയാണ് ഇവിടെ നടന്നത്. നോക്ക്, ഈ സോംബീസൊക്കെ നമുക്ക് ചെറിയ ചിമ്പിളാണ്. ഇതൊക്കെ എൻ്റെ ഒറ്റ ഒരാളും കൊണ്ട് തീർക്കേണ്ട ഇതാളൂ. എന്താണ് സോംബീസേ, നിങ്ങൾക്ക് ആള് മാറിപ്പോയടാ. ബോച്ചേ, ആള് മാറിപ്പോയി. ഇൻ്റെ കൂടെയൊക്കെ ആള് മാറിപ്പോയി എന്ന് പറഞ്ഞല്ലടാ. വെറുതെ ഇതിര വടി കൊടുത്ത് അടി മേടിക്കും. നീ സിറ്റിയിൽ നിന്ന് മാറിക്കോ. സിറ്റി മാറിപ്പോയതാണോന്നൊരു സംശയമുണ്ട് കേട്ടോ. വേഗം പോകലാണ് നിങ്ങൾക്ക് നല്ലത്. നമ്മളെ സിറ്റി നശിപ്പിക്കാൻ നിങ്ങളത്ര അയക്കില്ല. ആദ്യം പിന്നെ ABCD പഠിക്കുക പോയിട്ട്, എന്നിട്ട് മതി നമ്മളെ സിറ്റി നശിപ്പിക്കാൻ വന്നേക്ക്. അയാളും കൂടി ചാവടാ. ഇവിടെ ഇത്ര ആൾക്കാരുള്ളൂ. ഇത്ര ആൾക്കാരല്ലോ എന്നാണ് തോന്നുന്നത്. നമുക്കെന്തൊക്കെ എല്ലാവരെയും അങ്ങ് തീർക്കാം. നമ്മൾ സോംബീസ് നമ്മളെ സിറ്റി നശിപ്പിക്കാൻ വന്നല്ലോ പോലും. ഈ മുഹമ്മദ് ആതിഫ് ആരാന്ന് ഇവർക്ക് അറിഞ്ഞൂടാ. ശരിക്കുള്ള പേര് നമ്മളെ ഫ്രാങ്ക്ലിൻ ക്ലിൻറ്റർ. നമ്മളെ വീട്ടുപേര് മുഹമ്മദ് ആതിഫ്. നമുക്കെന്തൊക്കെ നേരെ നോക്കാം. ഇവിടെ നോക്കാം. ഇത് തീരുന്നില്ല. അൺലിമിറ്റഡ് ആണെന്ന് തോന്നുന്നത്. ഇത് എത്ര ഇതാക്കിയിട്ട് നമുക്ക് സയൻറ്റിസ്റ്റിനെ വിളിക്കണമെന്ന് തോന്നുന്നു. നമുക്കെന്തൊക്കെ ഇവരെ പടന്ന് പറഞ്ഞിട്ട് കൊന്നുകൊണ്ട് ഇത് എത്രത്തോളം പറ്റും. ഇവന്മാരാണ് എൻ്റെ ശരീരത്തിലൊന്നും തൊട്ടിക്കില്ല. എൻ്റെ എൻ്റെ ഒരു ചോര പോലും ചെയ്തിക്കില്ല. കണ്ടില്ലേ, നമ്മൾ അത്രക്ക് പവർഫുൾ ഗണ്ണെടുത്ത്. അറിയാലോ, മിഷൻ ഗൺ ഈസ് എ നമ്പർ 111 വേറെ ലെവൽ ഗൺ. ഓക്കെ, നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഒരു പൊളി ഗണ്ണാണ് നമ്മുടെ മിഷൻ ഗൺ. ഓക്കെ, ഇതോടെ തീർന്ന് നമുക്ക് എന്തായാലും ഒരു പണി കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതൊന്നും കുഴപ്പമില്ല. എൻ്റെ ഒരു തന്ത്രപൂർവം ഒരു സംഭവമുണ്ട്. അത് നമുക്കാക്കാം. ഒരു സംഭവമാണ്. നമുക്ക് എന്താക്കാം, നേരെ ഈ സോംബീസിനെല്ലാം തീർക്കും. ഇതാണെങ്കിൽ പടന്ന് വരുന്നതാണല്ലോ. ഇവിടെ തീർന്നാ അതും കൂടി ഉണ്ടാ. പട തീരടാ. വേഗം ഒന്ന് വാടാ. ഇതാണെങ്കിൽ ആകാശത്തൊക്കെ അടി. ഇതാണെങ്കിൽ അൺലിമിറ്റഡ് ആണല്ലോ. മറ്റേ സയൻറ്റിസ്റ്റിനെ വിളിച്ചിട്ട് നീ കാര്യമുള്ളൂ. ഇതാണെങ്കിൽ നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതാടാ. നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതാടാ. പോടാ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന്. വേണ്ടാന്ന് വിചാരിക്കുമ്പോൾ തലേ കയറുന്ന ആ മിഷൻ കിണ്ണം എടുത്തിട്ട് പടന്ന് അടുക്കി
അല്ല പിന്നെ നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഡാഡാ നമ്മളെ രോമത്തിലാരും തൊട്ടിക്കില്ല. ഇഞ്ഞ് തൊട്ട അതിൻ്റെ കയ്യാൻ പൊട്ടിക്കളയും. നമ്മൾ രോമത്തിൽ തൊട്ടല്ലോ പോലും. അല്ല പിന്നെ കിടക്കുന്ന കിടപ്പാണ്ട ആർക്കെങ്കിലും എൻ്റെ രോമത്ത് തൊട്ടിരുന്നാടാ. അല്ല പിന്നെ നമ്മളോട് കളി. ഈ ഫ്രാങ്ക്ലിൻ ആരാന്ന് പോലും അറിയൂല. നമ്മളെന്താക്കി നമ്മളെ തീ ബൈക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതാണ് സേഫാണ്. ഓക്കെ തൊട്ടാൽ തന്നെ ഇതായിപ്പോൾ. ഇതെന്താണ് പറ്റിയേ? തൊടുമ്പോൾ തീയാന്നില്ല. ഗൈസ് ഈ സോംബീസിൻ്റെ പിന്നെ പവർ കൂടിയെന്നാണ് തോന്നുന്നത് ഗൈസ്. ഇതെന്താന്ന് അറിഞ്ഞൂടെ ഭയങ്കര പവറായിക്കുണ്ടെന്നാണ് തോന്നുന്നത് നമ്മൾ സോംബീൻ്റെ. ഇതിപ്പോൾ ഭയങ്കര ഇതായിപ്പോയല്ല, പണി കിട്ടിയല്ല. ഇതിപ്പോൾ എന്നാടെ ചെയ്യുക വേറെ? അയ്യോ നമ്മളെ വണ്ടിയാണ് ഇവിടെ കുടുങ്ങുകയും ചെയ്ത്. ഒന്നും പറയാനില്ല, ഇവിടെ കുടുങ്ങുകയും ചെയ്ത്. എന്നാ ഇപ്പം ചെയ്യുക? അയ്യോ ഇതാണ് എൻ്റെ സൂപ്പർ പവർ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം അടുത്ത നമുക്ക് കിട്ടിയ സൂപ്പർ പവറാണ്. സൂപ്പർ പവറിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ നമ്മുടേതാ ഗൈസ്. നമ്മൾ വേറെ വണ്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടിയും കൊണ്ട് പോയി തെറിപ്പിച്ചാണ്ട മക്കളെ. ഈ വണ്ടി മോനെ പൊളി. നമ്മൾക്ക് പൈസ വിഷയമില്ല. ഈ വണ്ടി പൊട്ടിയാൽ നമുക്ക് അടുത്ത വണ്ടി എടുക്കാം. അതൊന്നും വിഷയമുള്ള കാര്യമല്ല. പറപ്പിക്കുക അങ്ങനെ തന്നെ. ആരാടാ എൻ്റെ മേത്ത് വരാനുള്ളത്? ആർക്കാടാ എന്നെ അടിക്കാനുള്ള ധൈര്യമുള്ള? പോടാ പോടാ പോടാ. എന്നെ ഇതുവരെയായിട്ട് രോമത്തിൽ പോലും ആരും തൊട്ടിക്കില്ല. എന്നിട്ടേക്ക് നിങ്ങൾ വരുന്നത്. ഡാ എൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ടല്ലോ. ഈ ലോസ് ആൻഡോസ് ഒന്നും ഇല്ലാണ്ടാവും. വേണേ പോയിക്കോ. എൻ്റെ ചേട്ടൻ ആരാന്നറിയോ? ഫ്രാങ്ക്ലിൻ ക്ലിഞ്ചർ. നമ്മൾ രണ്ടാളും ഇരട്ടകളാ. ഞാൻ ഫ്രാങ്ക്ലിൻ രമേശൻ, അവൻ്റെ പേര് ഫ്രാങ്ക്ലിൻ ക്ലിഞ്ചർ. ഓന് ലോസ് ആൻഡോസിലും ഞാൻ ഇന്ത്യയിലാണുള്ളത്. ഇന്ത്യത്തെ കേരളയാടാ നമ്മൾ കേരളടാ. അതേപോലെ അവന് മറ്റേ ഇതിലത്തെ പിന്നെ ഇതായി പോയടാ. ഓൻ്റെ ജോലി അവിടെ ആയിപ്പോയി. അല്ലേ നിങ്ങളൊക്കെ ഇതാക്കിയനെ. ഈ ഫ്രാങ്ക്ലിൻ ക്ലിഞ്ചർ വന്നിട്ടുണ്ടല്ലേടാ. എൻ്റെ പൊടി പോലും ഇവിടെ ഉണ്ടാവില്ല. ഫ്രാങ്ക്ലിൻ ക്ലിഞ്ചറിന് അത്ര പവറാട്ടാ. അവിടെ കഴുത്തിങ്ങനെ പിടിച്ചു. നിങ്ങൾക്കൊന്നും പറ്റിക്കില്ല. ഞാൻ കാണിച്ചിട്ടോ. സ്ക്രിഡ് അടിക്കുവാപ്പാ. അടിക്കുവാപ്പാ. ഒന്നും നോക്കണ്ട. മേത്തുക്കിട്ടടി. എല്ലാം പിന്നെ വേണ്ട വിചാരിക്കുമ്പോൾ ഇതൊക്കെ പറപ്പിച്ചങ്ങ് പോവാം. അയ്യോ എൻ്റെ എൻ്റെ നടു ഒടിഞ്ഞു. ഞാൻ വണ്ടീന് ചില്ലങ്ങ് പൊട്ടിപ്പോയി ഗസ്. നമ്മളതാ വേറെ വണ്ടി എടുത്തിട്ടുണ്ട്. ഈ സോംബി എന്താടേ നമ്മളെ ബാക്കിൽ വരുന്നത്? സോംബി ഒന്ന് പോയടാ. ഈ സോംബീസിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ സോംബീസുകൊണ്ട് ഈ കൂമ്പീസുകൊണ്ട് ഇതിപ്പോൾ എന്താ ചെയ്യുക? ഇനി ആകെ ഒരു വഴിയുള്ളൂ. നമുക്ക് എന്താക്കാം, നേരെ നമ്മുടെ കളത്തിലിറങ്ങേണ്ടി വരും. അതല്ലാണ്ട് വേറെ വഴി ഞാൻ കാണുന്നില്ലടാ രമേശ പാപ്പ കളത്തിലിറങ്ങ്. അയ്യോ എനിക്കെന്താ പറ്റിയ? എൻ്റെ രൂപത്തിൽ എന്താ ഒരു ചേഞ്ച്? അയ്യോ എനിക്കെന്തോ തല ഇറങ്ങുന്ന പോലെയുണ്ട്. എനിക്കെന്താ പറ്റുമല്ലേ? അയ്യോ എൻ്റെ കൈക്കൊക്കെ എന്താ ഒരു കളറ്. എൻ്റെ ശരീരം മൊത്തം സോംബീൻ്റെ വേഷത്തിലങ്ങനെ. നമുക്കെല്ലാവരും തിന്നാൻ തോന്നി. ഇനിയിപ്പോൾ നമുക്കെന്തോ പറ്റി. അയ്യോ അയ്യോ നീ എന്നാണ് എന്നെക്കുറിച്ച് വിചാരിച്ച ഞാൻ സോംബി എന്നാടാ? ഞാൻ അത്ര പെട്ടെന്ന് സോംബി ആവലടാ. എൻ്റെ പവർ യൂസ് ചെയ്തടാ. ഞാൻ തലയിറങ്ങിയാൽ വരെ എൻ്റെ പവർ എന്നെ ഓടിയത്തോടെ എന്നെ രക്ഷിക്കാൻ. ഈ പവർ എന്ന് വെച്ചാൽ ഒരു സൂപ്പർമാൻ്റെ പവറാടാ. ഇങ്ങൊക്കെ കണ്ടടാ ഇങ്ങനത്തെ പവർ. ഒരു കടിച്ച് നിൽക്കാണ്ട് വേറെ എന്തെങ്കിലും പവർ ഉണ്ടടാ. നമ്മൾ സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പോൾ സയൻറ്റിസ്റ്റ് പറഞ്ഞത് നമ്മളൊന്ന് ഒരു 10 ആൾക്കാരെ മിനിമം കൊന്നാലും എല്ലാവരും പോകുന്നതാണ്. നമുക്ക് എന്താക്കാം, നേരെ അങ്ങ് ചെയ്ത് നോക്കാം. അല്ലാണ്ട് വേറെ വഴിയില്ല. നമുക്ക് എന്താക്കാം, ഒരു 10 ആൾക്കാരെ വിളിക്കാം. ആർക്കൊക്കെ ഉള്ളിവട വേണം? എല്ലാവരും വാ. എല്ലാവർക്കും നല്ല പൊരിഞ്ഞ ഉള്ളിവട തരാം. വാ 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 വാ
എല്ലാ സോംബീസിനും പിടിച്ചിട്ട് പൊരിഞ്ഞ ഉള്ളിവട കൊടുക്കാം. അല്ലാണ്ട് വേറെ വഴിയില്ല. നമുക്ക് എന്താക്കാം, നേരെ പൊരിഞ്ഞ ഉള്ളിവട ഉള്ളിവട വേണ്ടവർ വരിക. ഉമ്മാരോട് ഒന്നും പറഞ്ഞു തരില്ല. എന്നാ ഉള്ളിവട വാ 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 വാ. ഫോളോ മീ ബോയ്. ഓ 1 2 3. ഓ 3 ആൾക്കാരായി. ഓക്കെ ഫോളോ മീ. ഫോണ് വേണമെങ്കിൽ ഇതാക്കണം. എന്നെ കൊത്തുന്നാടാ. ഡാ ആരാന്ന് അറിഞ്ഞൂടെ ഇങ്ങക്കൊന്നും? ഞാനൊരു ഫ്രാങ്ക്ലിന് ടാ. മര്യാദയ്ക്ക് കളിച്ചോളണം, അല്ലേ ഇവിടെ കളി മാറുവേ. എത്രയായി? 1 2 3 4 5 5. ഇനി ഒരു 5 കൂടി വേണം. നമുക്ക് എന്താക്കാം, പറ്റുന്ന എല്ലാവരെയും വിളിക്കാം. എനിക്കൊരു ഐഡിയ ഉണ്ട്. അതാണ് വേറെ ഐഡിയ ആണ്. ഈ പിന്നെ ഗേറ്റിൻ്റെ ഇപ്പുറത്ത് നിൽക്കുക. അപ്പം എന്താകും, സോംബീസ് എല്ലാം എന്നെ ഇങ്ങനെ നോക്കി കുത്തിരിക്കും. സോംബീസിനാണെങ്കിൽ അപ്പുറത്ത് വരാനും പറ്റൂല. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? വർക്കാവോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞൂടാ. എന്നാലും നമുക്ക് എന്താക്കാം, ഇതങ്ങ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എന്താക്കാം, സോംബീസേ അയ്യോ കിടക്കാനാന്നില്ലേ? ഗേറ്റ് അയ്യോ എൻ്റെ കൂടെ അങ്ങോട്ടായി പൈസ അല്ല. നിങ്ങളെ 10 പേരായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് കാണട്ടടാ. നിങ്ങളൊക്കെ കണ്ട് സുഖിക്കട്ടടാ. ഞാൻ ഇത്ര ആൾക്കാരുണ്ടെന്ന് ചടപടാന്ന് പറഞ്ഞിട്ട് കൊല്ലണ്ടേ. ഇങ്ങോട്ട് വാടാ മക്കളെ. മക്കൾക്ക് ഞാൻ പരിപ്പൊടിയും ചായയും മേടിച്ചു തരാം. നല്ല ഉഗ്രൻ പരിപ്പൊടിയും ചായയും വേണ്ടവർ ലൈൻ നിൽക്കുക. എല്ലാവരും ലൈൻ എന്നാ. നല്ല മക്കൾ. ഇങ്ങനത്തെ പോലത്തെ മക്കൾ വേണം. ഗുഡ് ബോയ്സ്. ബാബാ ലൈന് പോലെ വാ. നമുക്ക് എന്താക്കാം, നല്ല പരിപ്പൊടിയും ചായയും കുടിച്ചിട്ട് വരാട്ടാ. എല്ലാ സോംബീസിനെയും വിളിച്ചേ. നമുക്ക് പരിപ്പൊടിയും ചായയും കുടിക്കാൻ വരാം. വന്നോ നോക്കട്ടെ. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ സോംബി കുട്ടന്മാരെ. ഇനിയാണ് എൻ്റെ ഐഡിയ പ്രവചിക്കുന്നത്. ഈ 10 ആൾക്കാർ നമുക്ക് കൊല്ലാം. 10-ൽ കൂടുതൽ ആൾക്കാരുണ്ടാവും. അതൊന്നും വിഷയമില്ല. ഓക്കെ, നമ്മളെ ലേസർ പവർ എടുത്തിട്ട് തരതരാ. എൻ്റെ ലേസറിന് എന്താ പറ്റിയേ? കുഴപ്പമില്ല. ഡേ അങ്ങനെ വരാൻ സാധ്യത കുറവാണല്ലോ. ഇങ്ങൊക്കെ ഇവിടുന്ന് വരുന്നടാ. ഡാ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. എന്നാലും റെഡി ആവുന്ന പറഞ്ഞേ. ഓ ഗൈസ്, നമ്മളെ സിറ്റി ഇതാ വീണ്ടും റെഡി ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ആൾക്കാരൊക്കെ വിളിച്ച് വന്നിട്ടുണ്ട്. ഇതാരാ വിളിച്ചേ? ഇതിപ്പോൾ എന്താ നടക്കുന്നേ? ഞാനൊന്നും ആരെയും വിളിച്ചില്ലല്ലോ. തൊട്ട് 1 സെക്കൻഡിനുള്ളിൽ എല്ലാവരും പുറത്തിറങ്ങൽ തുടങ്ങി. എന്താണിപ്പോൾ നടന്നേ? പുറത്തിറങ്ങൽ തുടങ്ങി. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. 1 സെക്കൻഡിനുള്ളിൽ എല്ലാവരും പുറത്തിറങ്ങണേ. അതിനൊരു കാരണം വേണ്ടേ? ആ കാരണം നമുക്ക് അറിയണല്ല. ബ്രേക്കിംഗ് ന്യൂസായി നമ്മുടെ സ്വന്തം ഫ്രാങ്ക്ലിൻ നമ്മുടെ ഇന്ത്യയെ രക്ഷിച്ചുകൊണ്ട് കളത്തിലിറങ്ങിയിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഫ്രാങ്ക്ലിൻ? ഞാനൊരു എൻ്റെ നാടല്ലേ, പിന്നെ ഞാൻ രക്ഷിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ നാട്ടിൽ അങ്ങനെ ആൾക്കാർ വന്നിട്ട് നശിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ബ്രേക്കിംഗ് ന്യൂസായി നമ്മുടെ ഫ്രാങ്ക്ലിൻ പറയുന്നത് അവൻ്റെ നാട് നശിപ്പിക്കുന്നത് ആർക്കും ഇഷ്ടമില്ല എന്നാണ്. ഗൈസ്, നമ്മളെ ഫ്രാങ്ക്ലിൻ്റെ പവർ മോസ്റ്റ് പവറാണ് ഇത്. ഇവിടുത്തെ വേറെ ആരുടെ പവറില്ല. ഫ്രാങ്ക്ലിൻ പറഞ്ഞത് 2 പവറാണ് ഇപ്പോൾ അവൻ്റെ അടുത്തുള്ളത്. 1 സൂപ്പർമാൻ, 2 ഹലിക് എന്ന 2 പവറുകളാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ അടുത്തുള്ളത്. അല്ലേ ഫ്രാങ്ക്ലിൻ? യെസ്. അതെന്ത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്, എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുക്ക്. ഓക്കെ. ഇതാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ ചെയ്തത്. ഫ്രാങ്ക്ലിനെ, നീ വിചാരിച്ചു ഞാൻ
പോയിന്ന്. ഇനി ഞാൻ പോലടാ, നിന്നെ ഞാൻ കൊന്നിട്ടെന്നെയാടാ. പോവൂ ഫ്രാങ്ക്ലിനെ, നിന്റെ അന്ത്യടാ. ഓഹാ, നിന്റെ അന്ത്യം എന്ന് വെച്ചാൽ അന്ത്യമാടാ.